കൊൽക്കത്തയിൽ PG ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ. കൈക്കൂലി നൽകി കേസ് ഒത്തുതീർക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് പെൺകുട്ടിയുടെ പിതാവ്. സംഭവ ദിവസം പെൺകുട്ടിയുടെ മൃതദേഹം രക്ഷിതാക്കളെ കാണിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം കൈമാറിയതെന്നും പിതാവിന്റെ വെളിപ്പെടുത്തൽ. ഇന്നലെ ഡോക്ടർമാരുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കവെയായിരുന്നു പിതാവിന്റെ പ്രതികരണം. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ മമതാ സർക്കാരിനും പോലീസിനുമെതിരെ ഗുരുതര വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ പിതാവിന്റെ വെളിപ്പെടുത്തൽ. തുടക്കം മുതൽ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചു. കേസ് ഒതുക്കി തീർക്കാൻ ഉന്നത ഉദ്യോഗസ്ഥൻ തങ്ങൾക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തു. സംഭവ ദിവസം മകളുടെ മൃതദേഹം കാണിക്കാൻ പോലീസ് തയ്യാറായില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് മൃതദേഹം തങ്ങൾക്ക് കൈമാറിയതെന്നും പിതാവ് പറഞ്ഞു. പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ജൂനിയർ ഡോക്ടർമാർ നടത്തുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കവെയാണ് പിതാവിന്റെ പ്രതികരണം. കേസിൽ പോലീസ് കമ്മീഷണറടക്കം പങ്കുണ്ടെന്ന ജൂനിയർ ഡോക്ടർമാരുടെ ആരോപണത്തിന് ആക്കം കൂട്ടുന്നതാണ് പിതാവിന്റെയും വെളിപ്പെടുത്തൽ. പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ചതിനു പിന്നാലെയായിരുന്നു കേസ് CBIക്ക് വിട്ടത്. മാത്രമല്ല, കൊലപാതകത്തിന് പിന്നിൽ ഒരാൾക്ക് മാത്രമാണ് പങ്കുള്ളതെന്ന നിലപാടിലാണ് CBIയും. അതേസമയം മമത പാസാക്കിയ പുതിയ ബില്ലിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പ്രതിഷേധത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ബിൽ പാസാക്കിയതെന്നും കൊലപാതകത്തെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നു. കൈരളി ന്യൂസ്, ദില്ലി.